ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 31ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദുഃഖങ്ങളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല. ദുഃഖത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും നിമിഷങ്ങളിൽ എന്നെ മനസ്സിലാക്കുന്ന, എന്നോടുകൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യമാണ് നമുക്ക് മുമ്പോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുക. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 55ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: മകനെ, മകളെ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാന് എന്നേക്കും ഇളക്കം തട്ടുവാൻ അവിടുന്ന് ഇടയാക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദുഃഖങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, വേദനകളുണ്ട്. ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന നിമിഷങ്ങൾ എപ്പോഴാണ്? നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലാണോ, തീവ്ര ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലാണോ നമുക്ക് ദൈവത്തോട് കൂടെയായിരിക്കാൻ, ചേർന്ന് സഞ്ചരിക്കുവാനായിട്ട് പറ്റുക? പലപ്പോഴും പല വ്യക്തികളും പറയാറുള്ളത് ഇപ്രകാരമാണ്: അച്ഛാ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് വലിയ മനോവേദനയോടെ ഈ വിഴുപ്പ് ഭാണ്ഡങ്ങളെല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കുർബാന കഴിയുമ്പം വലിയൊരു ആശ്വാസമാണ്. എന്നാൽ 2-3 മണിക്കൂറുകൾ മുമ്പോട്ട് പോയി കഴിയുമ്പം പിന്നെയും പഴയ ചിന്തകൾ മുൻപോട്ട് വരികയാണ്. തികട്ടി വരുന്ന ഒരു പ്രവണത. കാരണം സഹനങ്ങളും നൊമ്പരങ്ങളും, അവ ഏൽപ്പിച്ച തിക്താനുഭവങ്ങളും അവയുടെ ഓർമ്മകളൊന്നും മനസ്സിൽ നിന്ന് മായ്ക്കുവാനായിട്ട്, പിഴുത് കളയാനായിട്ട് പറ്റുന്നില്ല എന്ന്. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതങ്ങളിൽ ചെയ്തു കൂട്ടുന്നത് എന്താണ്? വേദനയും ദുഃഖവും നൊമ്പരവും ഒക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ആ സമർപ്പിച്ച ദുഃഖങ്ങളും സങ്കടങ്ങളുമെല്ലാം വീണ്ടും നമ്മൾ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. കാരണം ദൈവം ഏറ്റെടുത്തു എന്ന ബോധ്യം നഷ്ടപ്പെടുന്നു. നമ്മൾ സമർപ്പിക്കുന്നു, കുറച്ചു കഴിയുമ്പം വീണ്ടും സമർപ്പിച്ച ഭാരവും ദുഃഖവും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇവിടെയാണ് ഈശോയുടെ കാരുണ്യം നമ്മൾ തേടേണ്ടത്, ഈശോയിലേക്ക് കൂടുതൽ അടുത്തു വരേണ്ടത്. ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ വളരെ പ്രത്യേകമായ രീതിയിൽ ഈശോയിലേക്ക് അടുത്തു വരുവാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ വേദനകളും തിക്ത അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഉപേക്ഷിച്ചുവെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ, അതല്ലെങ്കിൽ നമ്മൾക്ക് അർഹിക്കപ്പെട്ട ബഹുമാനം കിട്ടിയില്ല, നമ്മൾക്ക് അർഹിക്കപ്പെട്ട രീതിയിലേക്ക് ഉയരുവാനായിട്ട് സാധിച്ചില്ല എന്ന വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവം നമ്മോട് കൂടെയുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ 1ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: മകനെ, മകളെ, നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവായ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവായ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, എന്നെ സംബന്ധിച്ച് ദൈവം നടത്തിയ നിമിഷങ്ങളെ ഓർക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം മാതാപിതാക്കൾക്ക് ഞാൻ ഏക മകനാണ്. എൻ്റെ മൂത്തയാൾ പെങ്ങൾ, അവൾ കുടുംബജീവിതം നയിക്കുന്നു. ഒരു മകനേ ഉള്ളൂ, സെമിനാരിയിലേക്ക് പറഞ്ഞയച്ചു. എനിക്ക് വിൻസെൻഷൻ സഭയിൽ വൈദികനാകണമെന്ന ആഗ്രഹം. ആ ആഗ്രഹത്തോടൊപ്പം തന്നെ വചനപ്രഘോഷണ ശുശ്രൂഷ മേഖലകളിലേക്ക് വരണമെന്ന തീവ്രമായ ആഗ്രഹം. എന്നാൽ പട്ടം കിട്ടിയ ആദ്യ 10 വർഷം എനിക്ക് ഇതുപോലെ വചനപ്രഘോഷണ രംഗത്തേക്ക് ഇറങ്ങുവാനായി സാധിച്ചില്ല. ആദ്യ വർഷങ്ങളിൽ ഞാനൊരു കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഹയർ സ്റ്റഡിക്ക് പോയി.
ഈ നിമിഷങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, ഒരു കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ ആർക്കും സാധിക്കും, എന്നാൽ ഒരു വൈദികനായി വചനം പ്രഘോഷിക്കുവാൻ അതത്ര എളുപ്പമല്ല. ദൈവമേ, അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അമേരിക്കയിലേക്ക് പോകുവാനും ശുശ്രൂഷ ചെയ്യുവാനുമുള്ള വലിയ കൃപയും അനുഗ്രഹവും സൗഭാഗ്യവും ദൈവം നൽകി. അങ്ങനെ ആദ്യപടിയിൽ ന്യൂജേഴ്സിയിൽ നമുക്കൊരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ എത്തി. അതിനുശേഷം 1 വർഷം കഴിയുമ്പം ആ കോവിഡിൻ്റെ മൂർധന്യമായ അവസ്ഥയിലേക്ക് ഫ്ലോറിഡ ടാമ്പ നമുക്കൊരു ധ്യാന കേന്ദ്രമുണ്ട്. അങ്ങോട്ടേക്ക് അധികാരികൾ എന്നെ അയച്ചു. അവിടെ ആയിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ നിമിഷമാണ് ആ വർഷം. പൗരോഹിത്യ ജീവിതത്തിൽ 12 വർഷമുണ്ട്. വിൻസെൻഷൻ സഭാംഗമായതുകൊണ്ട് 1 വർഷം നോവിഷ്യറ്റുണ്ട്. പക്ഷേ ഈ ഫോർമേഷൻ കാലഘട്ടങ്ങളെക്കാൾ കൂടുതലായി ഞാൻ എൻ്റെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് അവിടെ വെച്ച. കാരണം അവിടെ ഞാൻ തനിയായിരുന്നു. ഏകദേശം 1 വർഷത്തിന് മുകളിൽ അവിടെ ഉണ്ടായിരുന്നു. മിനിസ്ട്രി ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കോവിഡിൻ്റെതായ പ്രോട്ടോക്കോളുകളെല്ലാം പാലിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. പക്ഷേ എനിക്ക് പരിചയമുള്ള ആരും അവിടെയില്ല. സ്നേഹമുള്ളവരെ, ചെയ്ത ഒരേ ഒരു കാര്യം ഇതാണ്. ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ഈശോയുടെ മുമ്പിൽ ഞാൻ അഭയം തേടി, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വിശുദ്ധ ബലിയർപ്പണം എല്ലാ ദിവസവും തുടങ്ങി. ബലിയർപ്പിക്കുന്ന നിമിഷങ്ങളിൽ ആ പള്ളിയിൽ ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് ബലിയർപ്പിക്കുന്ന അവസരത്തിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് ധാരാളം വ്യക്തികളെ അയക്കണം. അവർക്ക് വചനം കേൾക്കുവാൻ സാധിക്കണം. കാരണം ലോകത്തിൽ പല വ്യക്തികളും നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും വഴുതിപ്പോകുന്ന നിമിഷങ്ങൾ. കണ്ണുനീരോടെ ഞാൻ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കി 8-9 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ പതുക്കെ വരുവാനായിട്ട് തുടങ്ങി. ഏകദേശം 9 മാസം കഴിഞ്ഞു വലിയൊരു സർവീസ് അവിടെ തുടങ്ങുവാനായിട്ട് പോകുന്ന നിമിഷം. 2021 ഈസ്റ്റർ സൺഡേ കഴിഞ്ഞ് ഫസ്റ്റ് സൺഡേ, അത് ദൈവകരുണയുടെ തിരുനാളായിട്ടാണ് ആചരിക്കുന്നത്. ആ ദിവസം ഞായറാഴ്ച 3 മണിക്ക് ഡിവൈൻ മേഴ്സി ആരാധന തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് വളരെ സംതൃപ്തമായി. കാരണം 8-9 മാസങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തി പോലും ഇല്ലാതിരുന്ന അവസരത്തിൽ ഈ പള്ളി മുഴുവൻ ദൈവം ആൾക്കാരെ കൊണ്ട് നിറയ്ക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ കണ്ണുനീരോടെ ബലിയർപ്പിച്ചിട്ടുണ്ട്. ഇതാ അന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ, ബലിയർപ്പിക്കാൻ പോകുന്ന നിമിഷങ്ങളിൽ ദൈവം പലവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ കൂട്ടി ആ പള്ളി നിറച്ചും ആളായിരുന്നു. അവിടെ അമേരിക്കൻസ് ഉണ്ടായിരുന്നു, സ്പാനിഷുകാരുണ്ടായിരുന്നു, മെക്സിക്കൻസ് ഉണ്ടായിരുന്നു, ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, മലയാളീസ് ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പം വലിയൊരു ശൂന്യതയിലേക്ക്, വട്ടപൂജ്യമാകുന്ന അവസരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വട്ടപൂജ്യമാകുന്ന നിമിഷങ്ങളിൽ പോലും നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുവാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും സുഹൃതങ്ങളായി മാറും, സന്തോഷങ്ങളായി മാറും. സെഫാനിയായുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെയും 18-ാമത്തെ വചനം വളരെ പ്രസക്തമാണ്. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന ദൈവം നിന്റെ മധ്യേ ഉണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിലെന്നതുപോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുയർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് മർദ്ദനമേൽക്കേണ്ടി വരില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എത്ര വേദനാജനകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയാലും ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിഞ്ഞു പോയാൽ വലിയ സന്തോഷവും ആത്മസംതൃപ്തിയുമൊക്കെ അനുഭവിക്കുവാനായി സാധിക്കും. ജീവിതത്തിലെ സഹനങ്ങളെ എങ്ങനെയാണ് നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കുക? ഒന്നാമതായി, വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ചില സന്ദർഭങ്ങളിൽ ഞാൻ വായിക്കുന്ന ബൈബിൾ എടുത്തുനിന്ന് പതുക്കെ മറിച്ചു നോക്കും. ചില വചനങ്ങളൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നും. ബൈബിൾ വായിക്കുന്ന സമയത്ത് പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ ഞാൻ അണ്ടർലൈൻ ചെയ്യുമായിരുന്നു.
നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതം സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണ്. ഒരുപക്ഷെ ദുഃഖത്തിൻ്റെ അവസരത്തിലൂടെ കടന്നു പോകുമ്പം ഈ ബൈബിൾ തുറന്നു വായിക്കുമ്പോൾ പണ്ടെങ്ങോ വായിച്ച് ഞാൻ അണ്ടർലൈൻ ചെയ്ത വചനങ്ങളൊക്കെ ഒന്നും കൂടെ മനസ്സിലേക്ക് വരുമ്പോൾ വലിയൊരു സംതൃപ്തി, വലിയൊരു ആശ്വാസമാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് വചനത്തിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സാധിക്കും. നമുക്കറിയാം മറ്റു മതസ്ഥരിൽ പലരും വർഷത്തിൽ ഒന്നെങ്കിലും അവർ വിശ്വസിക്കുന്ന വേദഗ്രന്ഥം വായിക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ വലിയ നോമ്പൊക്കെ ആചരിക്കുന്ന നിമിഷങ്ങളിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരുണ്ട്, ആഴ്ചയിലോ മാസത്തിലോ കുമ്പസാരിക്കുന്നവരുണ്ട്, ഈശോയെ എല്ലാ ദിവസവും സ്വീകരിക്കുന്നവരുണ്ട്. അതുപോലെ ഒരു തീരുമാനമെടുക്കാം. വിശുദ്ധ ഗ്രന്ഥം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും, വചനം വായിക്കുമെന്ന വലിയൊരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് SLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു കുട്ടി എന്നെ വിളിച്ചു. എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭയങ്കര ആകുലതയാണ്. സാറുമാർക്കൊക്കെ അവളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്. കാരണം മോഡൽ എക്സാമിനേഷനൊക്കെ എല്ലാത്തിനും നല്ല മാർക്ക് ലഭിച്ചു. പക്ഷേ അവൾക്ക് വലിയ ടെൻഷനും സ്ട്രെസ്സുമാണ്. ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, മകൾക്ക് നന്നായിട്ട് പരീക്ഷയിൽ വിജയം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു വചനം ചൊല്ലി പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ചൊല്ലി പ്രാർത്ഥിക്കാം. ഞാൻ കൊടുത്ത വചനം ഇതാണ്. നിങ്ങൾക്കറിയാം, നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു വചനം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം: എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. ആ വചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ഞാൻ ചോദിച്ചു, മകളെ, ഈ വചനം ഒരു 11 പ്രാവശ്യമെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഉടനെ എന്നോട് ചോദിച്ചൊരു കാര്യം: ഒരു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിച്ചോ, കാരണം യുക്തിസഹജമായ മറുപടി തരാൻ പറ്റും, പക്ഷേ ഇപ്പോൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവം കൂടെയുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. മനസ്സില്ലാ മനസ്സോടെ ഈ മകൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അവളിങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, അച്ചോ, ഞാൻ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പം 6-7 തവണ കഴിയുമ്പം എനിക്ക് ഭയങ്കര ശക്തി ലഭിക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ നോട്ട് ബുക്കിലേക്ക് ഈ വചനം എഴുതുവാൻ തുടങ്ങി. അവസാനം മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ വചനം എഴുതി എൻ്റെ നോട്ട് ബുക്ക് നിറച്ചു. എനിക്ക് വലിയൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ലഭിക്കുക. ഞാൻ പരീക്ഷ എഴുതും, എനിക്ക് നല്ല മാർക്ക് ലഭിക്കുമെന്ന് അവൾ പറയുക. സ്നേഹമുള്ളവരെ, ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. വിശ്വാസം വേണം, വിശ്വസിക്കണം. വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്ന് വചനത്തിലൂടെ നാം വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യുവാനായിട്ട് പറ്റില്ല, ഒറ്റപ്പെട്ടു പോയി, എനിക്ക് കഴിവുണ്ടോ, ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ പാസ്സാകുമോ, എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ പറ്റുമോ, ഈ അവസരങ്ങളിൽ സ്നേഹമുള്ളവരെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഒരു ആത്മവിശ്വാസം നമ്മൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഒരു അപകടത്തിൽ വലിയ വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരനെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞത് ഇപ്രകാരമാണ്, ഒരിക്കലും എനിക്ക് എഴുന്നേറ്റ് നടക്കുവാനായിട്ട് സാധിക്കത്തില്ല. അത്രമാത്രം തീവ്രതയേറിയതായിരുന്നു അപകടം. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു നോക്കി, പക്ഷേ അങ്ങ് പൂർണ്ണതയിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവത്തിന് വിശ്വാസമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാനൊരു വചനം തരാം, അത് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കൊടുത്ത വചനം ഇതാണ്, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനം. അതിപ്രകാരമാണ്, കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖമാക്കപ്പെടും, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എണ്ണമൊന്നും പറഞ്ഞില്ല.
എപ്പോഴെങ്കിലും മനസ്സ് നിരാശയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ, കാരണം കിടക്കുകയാണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആ സമയത്തൊക്കെ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. ദൈവം സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അദ്ദേഹം പതുക്കെ പതുക്കെ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 7-8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, അച്ചോ, വലിയ മാറ്റമൊന്നും ശാരീരികമായി സംഭവിച്ചില്ലെങ്കിൽ പോലും മനസ്സിന് ഭയങ്കര ആശ്വാസമാണ്, എന്നെങ്കിലും നടക്കാൻ പറ്റുന്നൊരു ബോധ്യമുണ്ട്, അതുകൊണ്ട് ഇതെന്നും ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏകദേശം 3-4 മാസങ്ങൾക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പം അദ്ദേഹം പറഞ്ഞു, അച്ചോ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, എനിക്ക് വാക്കറിൽ പതുക്കെ പതുക്കെ നടക്കുവാനുള്ള ശക്തി ലഭിച്ചു എന്ന്. ഞാൻ പറഞ്ഞു, വീണ്ടും അത് ചൊല്ലി പ്രാർത്ഥിച്ചു, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നടക്കാനുള്ള കൃപ ദൈവം തരുമെന്ന്. സ്നേഹമുള്ളവരെ, മാനുഷിക ദൃഷ്ടിയിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാം നഷ്ടമായി എന്ന്. എന്നാൽ നഷ്ടമായി എന്ന് തോന്നുന്നിടത്ത് ദൈവം നടത്തുകയാണ്, നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ സഹനത്തിൻ്റെ, ദുഃഖത്തിൻ്റെ വേദനയിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിലേക്ക് തിരിച്ചു വരാൻ, ആ വചനം മനസ്സിലാക്കി വലിയ വിശ്വാസത്തോടെ ഉരുവിടുവാനായിട്ട് സാധിച്ചാൽ ജീവിതം ധന്യമായി. രണ്ടാമത്തെ കാര്യം, വ്യക്തിപരമായി ആരാധനയുടെ മുമ്പിലിരിക്കുവാൻ തയ്യാറാകണം. നമുക്കറിയാം, വേദനയും ദുഃഖമൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരനോ കൂട്ടുകാരിയോ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മൾ ചെല്ലും. ആ വലിയ വേദനയുടെ വിഴുപ്പ് ഭാണ്ഡങ്ങളൊക്കെ അവിടെ തുറന്നു വയ്ക്കും. വേണമെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ സംസാരിക്കുവാനായിട്ട് തയ്യാറാകും. സംസാരിച്ചു കഴിയുമ്പം ഒരാശ്വാസം നമുക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, ആ ആശ്വാസം, സംസാരമെല്ലാം നല്ലതാണ്. എന്നാൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ വ്യക്തിപരമായി അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് ചെന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ സാധിച്ചാൽ അവിടെയാണ് ജീവിതം വിജയിക്കുക. ഇന്ന് കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലും നിത്യാരാധന ചാപ്പലുകളുണ്ട്. ആ ചാപ്പലുകളിലേക്ക് പോകുന്ന ആൾക്കാരുടെ, വ്യക്തികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം വിഴുപ്പ് ഭാണ്ഡങ്ങളും വേദനകളുമുണ്ട്. ജീവിതത്തിൽ ആരോടും പറയാൻ പറ്റാത്ത വേദനകളുണ്ട്, പറഞ്ഞാലൊട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത വേദനകളുണ്ട്. അവിടെ ചെന്ന് ആരാധനയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പം കണ്ണുനീരോടെ ഒരു കൂട്ടുകാരനെ കാണുന്നത് പോലെ, ഒരു സ്നേഹിതനെ കാണുന്നത് പോലെ ആ വേദനകളും വിഴുപ്പ് ഭാണ്ഡങ്ങളുമൊക്കെ ഇറക്കി വയ്ക്കുന്നവർ മണിക്കൂറുകൾ കഴിയുമ്പം അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി വരുമ്പം അവരുടെയൊക്കെ മനസ്സിൽ, ശരീരത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞു. ആ ദൈവം പ്രകാശമായി അവരുടെ കൂടെയുണ്ട്. ജീവിതത്തിലെ എന്തും നേരിടുവാനുള്ള കരുത്തോടുകൂടെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ചിത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത് നിരാശപ്പെടാതെ ദൈവത്തിങ്കിലേക്ക്, ഈശോയിലേക്ക് അടുത്തു വരുവാനായിട്ട് സാധിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഗോ ബാക്ക് ടു ദ ഓൾട്ടർ. അൾത്താരയിലേക്ക് തിരിച്ചു പോകണം. അവിടെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ കാണുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, പ്രത്യേകിച്ച് അത് ഈ വലിയ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സഹനങ്ങളുടെ മുമ്പിൽ പതറാതെ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴിയുടെ പുസ്തകം 1 മുതൽ 14 വരെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഗാഗുൽത്താ മലയുടെ വിരുമാറിലേക്കുള്ള യാത്രയിൽ ഈശോ 3 പ്രാവശ്യം വീണതായും ചിത്രീകരിക്കുന്നു. 1-ാം പ്രാവശ്യം വീണു, പരാതിയില്ല. 2-ാം പ്രാവശ്യം വീണു, പരിഭവമില്ല. 3-ാം പ്രാവശ്യം വീണു, പദം പറച്ചിലുകളില്ല. പരാതിയില്ല, പരിഭവമില്ല, പദം പറച്ചിലുകളില്ലാതെ ഗാഗുൽത്താ മലയുടെ വിരുമാറിലേക്ക് ഈശോ യാത്ര ചെയ്തു. സ്നേഹമുള്ളവരെ, ഈശോയുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകണം. നമുക്കറിയാം, കുരിശിൻ്റെ വഴിയിൽ 4-ാമത്തെ സ്ഥലത്ത് വഴിയിൽ വെച്ച് പരിശുദ്ധ അമ്മ ഈശോയെ കാണുകയാണ് ചെയ്യുന്നത്. ആ പരിശുദ്ധ അമ്മയുടെ മനസ്സ് വേദന, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ. നമ്മൾക്കറിയാം, വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്.
എന്നാൽ ആ നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അവസരത്തിൽ പോലും പരിശുദ്ധ അമ്മ സംയമനത്തോടെ ഒരു നോട്ടം കൊണ്ട് തൻ്റെ പ്രിയ മകന് ആശ്വാസം നൽകി. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. ഒരു നോട്ടം കൊണ്ട്, ഒരാശ്വാസ വാക്കുകൊണ്ട് അവർക്ക് ശക്തി കൊടുക്കുവാൻ സാധിച്ചാൽ ജീവിതം ധന്യമായി. ഇനി ഈശോ കുരിശിൽ കിടന്ന് പിടയുന്ന നിമിഷമുണ്ട് വേദനയോടെ. ആണികളൊക്കെ അടിക്കുന്ന നിമിഷങ്ങളിൽ ഇതെല്ലാം പരിശുദ്ധ അമ്മ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, ജീവിത പങ്കാളി, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് നമ്മിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങൾ, വലിയ വ്യഥയിലൂടെ കടന്നു പോകുമ്പം, അവരുടെ ജീവിതം ഇങ്ങനെ പിടയുമ്പം നമ്മുടെയൊക്കെ മനസ്സിൽ വേദന ഉണ്ടാകാറില്ലേ? ആരോഗ്യമുള്ള സമയമുണ്ട്, പക്ഷേ പ്രായമൊക്കെ ആകുന്നതിന് മുമ്പ് തീരാ രോഗം ബാധിച്ച് രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവരില്ലേ? അവരെയൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനോവ്യഥ എന്താ? അവിടെ ആ വേദനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ആശ്വാസം കൊടുക്കുവാനായിട്ട് പറ്റുമോ? കാരണം കുരിശിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ ജീവൻ അർപ്പിച്ചത്. ആ വേദന മുഴുവൻ ഈശോ ഏറ്റെടുത്തു, നമ്മുടെ പാപഭാരങ്ങളും വേദനയുമെല്ലാം. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി തട്ടിച്ചു നോക്കി ആ കുരിശിൻ്റെ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പം നമ്മുടെയൊക്കെ സഹനങ്ങൾ പതുക്കെ പതുക്കെ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ജീവിതയാത്രയിൽ സഹായിക്കുവാനായിട്ട് ധാരാളം വ്യക്തികൾ വരും. ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു തമ്പുരാനാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, നന്ദി പറയുന്നു. എന്നാൽ സഹനങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുന്ന നിമിഷങ്ങൾ, ഒരുപക്ഷെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർക്കുമ്പോൾ, അവരുടെ ജീവിത രീതികളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് പതറുകയാണ്. നാഥാ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് തുടങ്ങുവാനായിട്ട്, അങ്ങയിലേക്ക് ആശ്രയിക്കുവാൻ, അങ്ങ് നടന്ന വഴിയിലൂടെ നടക്കുവാൻ, ദൈവമേ ഒരു ഉയർപ്പ് ഞാറിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.